ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പോൾ ഫാമിലി വീക്ക് വരെ എത്തി. സാധാരണ ബിഗ് ബോസിൽ ഫാമിലി വീക്ക് എന്ന് പറയുന്നത് ഏറ്റവും അവസാനം ആകുമ്പോഴാണ് നടത്താറ്. ഇവിടെ പക്ഷേ 58ാമത്തെ ദിവസം മുതൽ അല്ലെങ്കിൽ 56ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഫാമിലി വീക്കിലേക്ക് ബിഗ് ബോസ് കടന്നു. അതിൻ്റെ പിന്നിൽ എന്താണ് ചെയ്ത വികാരം എന്ന് മനസ്സിലാവുന്നില്ല. സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെയും താഴെ വരുന്ന കമൻറ്റുകൾ കാണുമ്പോഴേക്കും 50 ദിവസം ആകുമ്പോഴേക്കും ആളുകളെ കാണുമ്പോൾ ഇവരെന്തിനാ ഇങ്ങനെ കരയുന്നത്, വെറും നാടകമല്ലേ എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അതൊന്നുമല്ല. ഇന്നലെ ഷാനവാസിൻ്റെ ഫാമിലിയും അതുപോലെ അനീഷിൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ രാത്രി ആയപ്പോഴേക്കും ബിന്നിയുടെ ഫാമിലി, അതായത് നൂബിൻ, ബിന്നിയുടെ ഹസ്ബൻഡായ നൂബിനും ബിഗ് ബോസ് ഹൗസിൽ കയറി. നൂബിനൊരു പ്രത്യേകത അല്ലെങ്കിൽ ബിന്നിക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരാഴ്ചയോളം നൂബിൻ അവിടെ നിൽക്കാം. പക്ഷെ നൂബിൻ നിൽക്കുന്നത് 3 ദിവസം മാത്രമാണ്. കാരണം നൂബിന് ഷൂട്ടുണ്ട്, 2 സീരിയൽ ചെയ്യുന്നുണ്ട്. ആ 2 സീരിയലിൻ്റെയും ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നൂബിന് ഒരുപാട് ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് 3 ദിവസം മാത്രമാണ് നൂബിൻ നിൽക്കുന്നത്. മേ ബി ഇന്ന് നൂബിൻ അവിടെ നിന്ന് ഇറങ്ങുമായിരിക്കും. അതായത് നാളത്തെ എപ്പിസോഡും കൂടിയേ നൂബിൻ അവിടെ കാണത്തുള്ളൂ. അപ്പോൾ ഇന്ന് വരാൻ പോകുന്നത് അക്ബറിൻ്റെ ഫാമിലി, അക്ബറിൻ്റെ ഉമ്മയും അതുപോലെ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയും, പിന്നെ ആദിലയ്ക്കും നൂറയ്ക്കും വേണ്ടി ദിയാസനയും ജാസ്മിനും മൂസയും രണ്ടുപേരുമാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ അക്ബർ പറഞ്ഞൊരു തമാശ, 1 അല്ല 2 തമാശ. അത് ഒന്നിന് ഒരാൾ മറുപടി പറഞ്ഞു, പക്ഷെ മറ്റേ ആൾ കരഞ്ഞത് മറ്റാരുമല്ല, ആദിലയായിരുന്നു. നമ്മൾ ഒരുപാട് പറയാറുണ്ട് ആദില ഭയങ്കര ബോൾഡാണ്, ഭയങ്കര ടോക്സിക് ആണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആദിലേക്കാളും സ്ട്രോങ് എന്ന് പറയുന്നത് നൂറയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു കളിയാക്കൽ അക്ബറിൻ്റെ ഭാഗത്ത് വന്നിട്ടും നൂറ അവിടെ തളർന്നിട്ടില്ല. പക്ഷെ ആദില പെട്ടെന്ന് ഇമോഷണലായി. ഒരു പരിധി വരെ ഞാൻ എന്തുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ആദിലയെക്കുറിച്ച് ഞാൻ വിമർശിച്ച് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ലാസ്റ്റ് വീഡിയോ ആദിലെ വിമർശിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു. കാരണം ആ ആഴ്ചകൾ ആദിലെ സംബന്ധിച്ച് വളരെ മോശം ആഴ്ചകളായിരുന്നു. ആദിലെ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു, വളരെ മോശം പെരുമാറ്റമായിരുന്നു. എസ്പെഷ്യലി അനീഷിനോട്, പാത്രങ്ങളൊക്കെ കഴുകുന്ന ഭാഗത്ത് പോയിട്ട് അനീഷിനോട് കാണിച്ച ആ ഒരു ആക്ടൊന്നും എനിക്ക് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വെച്ച് തന്നെയാണ് ഞാൻ വിമർശിച്ച് തന്നെ സംസാരിച്ചത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം, ഒരു പ്രശ്നമില്ല. ഇവിടെ പക്ഷേ അക്ബർ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കളിയാക്കൽ അതൊട്ടും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അക്ബറിന് പൊതുവെ എല്ലാവരുടെ ഒരു പുച്ഛമാണ്. അക്ബർ മാത്രമാണ് പെർഫെക്റ്റ്, ബാക്കി എല്ലാവരും മോശക്കാരാണ് എന്നൊരു മനോഭാവമാണ് അക്ബറിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരാമർശം, അതായത് വേറൊന്നുമല്ല, ആദിലയുടെ നൂറയുടെയും വീട്ടിൽ നിന്ന് ആരും വരാനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി വരുന്നത് ദിയാസനയല്ലേ, അവർ നമ്മളോട്ട് ജഗടയാണ് കേട്ടോ എന്ന രീതിക്ക് എൻ്റെ ദിയാസന മനുഷ്യസ്ത്രീ അല്ലേ, അവർക്ക് വേണ്ടി വരാൻ അവരെങ്കിലും ഉണ്ടല്ലോ. ശരിക്കും ഇവരെ കൂടെ താമസിക്കുന്നവർ, കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ, എതിരാളികളായിക്കോട്ടെ, എന്തിനായിക്കോട്ടെ, പക്ഷെ മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല. എന്തായാലും നമുക്ക് സമ്മർ മീഡിയയ്ക്കകത്ത് ഇതേക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. എന്താണ് എക്സാക്ട് സംഭവിച്ചത്? ഇതേ ഒരു കാര്യം തന്നെ അക്ബർ ബിന്നിയോടും പറയുന്നുണ്ടായിരുന്നു. നൂബിൻ തിരിച്ചു പോകുമ്പോൾ കൂടെ നിന്നെയും കൂടെ കൊണ്ടുപോകുമോ എന്നൊരു വാക്ക്. എന്താണ് അക്ബർ അങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അക്ബറിന്റെ വിചാരം എന്താ? അക്ബർ മാത്രം അവിടെ ഗെയിം കളിക്കുന്നുള്ളൂ, അക്ബർ മാത്രമാണ് അവിടെ വിൻ ചെയ്യാൻ വന്നത്, അക്ബർ മാത്രമാണ് അവിടെ കളിക്കാൻ വന്നത് എന്നൊരു ധാരണയാണോ അക്ബറിനുള്ളത്? ബാക്കിയുള്ളവരൊന്നും കണ്ടസ്റ്റൻസ് അല്ലേ, അല്ലെങ്കിൽ അവരൊന്നും ഗെയിമേഴ്സ് അല്ലേ? ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിലാണ് ഗെയിം കളിക്കുന്നത്. അത് ബിന്നി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആദില നൂറ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷാനവാസ് ആയിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, അനുമോൾ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരെല്ലാം അവരുടേതായിട്ടുള്ള രീതിയിൽ ഗെയിം കളിക്കുന്നു. ചിലരുടെ ഗെയിം ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചിലരുടെ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അക്ബറിന് മാത്രം എന്താണ് ഇങ്ങനെ ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്ന ലെവലിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലത്, അതൊരു തരം അടിച്ചമർത്തലാണ്. എന്നെ കവിഞ്ഞ് വേറെ ആരുമില്ല എന്ന രീതിയിലുള്ള ഒരു അടിച്ചമർത്തലാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് എന്തായാലും സമ്മർ മീഡിയ വന്ന ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കേട്ട് നോക്കാം. എന്താണ് ആദിലയോട് അക്ബർ പറഞ്ഞത്, എന്ത് പറഞ്ഞപ്പോഴാണ് ആദില കരഞ്ഞത്, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ന് അക്ബറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കമന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ് തീർത്തും അനാവശ്യമായിട്ട് തോന്നി. പുള്ളി ഒരു തമാശയ്ക്ക് പറഞ്ഞായിരിക്കാം, മനസ്സിലൊന്നും വെച്ചിട്ട് പറയുന്നതല്ല. അക്ബറിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇങ്ങനെ എടുത്തടിച്ച പോലെ വെട്ടി തുറന്ന് എല്ലാ കാര്യങ്ങളും തമാശയായിട്ട് അങ്ങ് പറയും. ഈ രേണുസുതിയുടെ കേസിൽ പുള്ളിക്ക് പറ്റിയത് അങ്ങനെയാണ്. മൂപ്പര് മനസ്സിലൊന്നും ചിലപ്പോൾ വെച്ചിട്ടായിരിക്കില്ല പറയുന്നത്, പക്ഷേ ചില കാര്യങ്ങൾ മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഈ ആദിലയുടെ കേസിൽ അക്ബർ പറഞ്ഞൊരു ഡയലോഗ്, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് മറ്റേ ദിയാസന ഇനിയിപ്പോ വരുമല്ലോ, ആ ഒരു തമാശയോടെ പരിഹാസത്തോടെയാണ് പറഞ്ഞത്. കാരണം അക്ബർ പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ ഉമ്മയും അതുപോലെ അദ്ദേഹം വിവാഹം കഴിക്കുന്ന പെൺകുട്ടി, ഇവർ രണ്ടുപേരും വരണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്ന. പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയും കാര്യം പറയുന്ന കൂട്ടത്തിലാണ് നിങ്ങൾക്കാണ് മറ്റേ ദിയാസന വരുമായിരിക്കും ചേച്ചി എന്നുള്ള രീതിയിൽ കളിയാക്കി പറഞ്ഞത് ആദിലേക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഇതൊരു പക്ഷേ അക്ബർ തമാശയ്ക്ക് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. പക്ഷേ മറ്റുള്ളവരുടെ മനസ്സിനെ കുത്തി നോവിച്ചുകൊണ്ടല്ല കളിയാക്കേണ്ടത്. ഇപ്പോൾ ആദില ആയിക്കോട്ടെ, നൂറ ആയിക്കോട്ടെ, അവരുടെ പാരൻസ് അവരെ ഒഴിവാക്കി, അല്ലെങ്കിൽ അവർ പാരൻസിനെ തള്ളി പറഞ്ഞു, എന്ത് സംഭവം ആയിക്കോട്ടെ, പക്ഷേ ഇപ്പോൾ അവർ നിൽക്കുന്നത് ബിഗ് ബോസ് ഹൗസിനകത്താണ്. അവർക്ക് ആഗ്രഹം ഉണ്ടാവും അവരുടെ പാരൻസിനെ കാണണമെന്നോ അല്ലെങ്കിൽ സിബ്ലിങ്സിനെ കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. എല്ലാവരുടെയും പാരൻസ് വരുമ്പോൾ ഇത് മനസ്സിലാവണമെങ്കിൽ കോൺവെൻറ്റിലൊക്കെ പഠിക്കണം. ഈ കോൺവെൻറ്റിലെ പിള്ളേർ വെക്കേഷനൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഈ അവധി ദിവസങ്ങളൊക്കെ വരുമ്പോഴേക്കും അവരുടെ പാരൻസോ അല്ലെങ്കിൽ അവരെ
സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണാൻ വരുമ്പോൾ ആരുമില്ലാത്ത, ഇവരെയൊന്നും കാണാൻ ആരും വരാത്ത കുറേ കുട്ടികളുണ്ടാവും. അവരുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കണം. ഞങ്ങളെ കാണാൻ ആരും വരുന്നില്ലല്ലോ, ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഇവിടെയും സംഭവിക്കുന്നത് അതൊക്കെ തന്നെയാണ്. ഓരോ കണ്ടസ്റ്റൻസിന്റെയും വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു ചിന്തയുണ്ട്. അവരുടെ ഫേസ് കാണാൻ പറയാൻ പറ്റും അവർ എത്രമാത്രം ആഗ്രഹിച്ച് നിൽക്കുന്നു അവരുടെ കൂടെയുള്ളവരെ കാണാൻ വേണ്ടി. കാരണം മൊബൈലില്ല, TV ഇല്ല, ഈ ബന്ധുക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെക്കുറിച്ചോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഒരു സ്ഥലത്ത് 100 ദിവസം കൊണ്ടങ്ങ് ഇട്ടേക്കാണ്. ഒരു പരസ്പരം യാതൊരു പരിചയമില്ലാത്ത ഒരു 10-20 പേരെ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന ഇവരുടെ മുഖമാണ്. എല്ലാ ദിവസവും വഴക്കുണ്ടാക്കുന്നത് ഇവരുമായിട്ടാണ്. എല്ലാ ദിവസവും സ്നേഹത്തോടെ സംസാരിക്കുന്ന ഇവരുമായിട്ടാണ്. വേറെ ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കുടുംബക്കാരെ കുറിച്ച് അറിയാൻ പറ്റുന്നില്ല. ഈ ഒരു സമയത്താണ് കുടുംബത്തിലുള്ള ആൾക്കാർ വീട്ടിലേക്ക് വരുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സന്തോഷമായിരിക്കും. അതൊരിക്കലും കരഞ്ഞു മെഴുകുന്നതല്ലത്. അവരുടെ ഉള്ളിലുള്ള ആ സന്തോഷം അവർ കരച്ചിലൂടെ പുറത്ത് വരുന്നതായിരിക്കാം. ഇപ്പോൾ അനീഷിൻ്റെ അമ്മ വന്നപ്പോൾ നിന്നൊരു നിൽപ്പുണ്ട്. ഞാനിതുവരെ അനീഷ് കരയുന്നത് കണ്ടിട്ടില്ല. ഇന്നലെയാണ് ആ ഒരു കണ്ണ് നിറഞ്ഞ് വരുന്നത് ഞാൻ കാണുന്നത്. അതൊരു തരം ഇമോഷനാണ്. അതിനെപ്പോലും ആൾക്കാരെ എങ്ങനെയാണ് കാണുന്നത്, കളിയാക്കുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിനേക്കാളും സ്ട്രോങ് ആണ് നൂറ. നൂറ കുറച്ചുകൂടി ബോൾഡാണ്. നൂറ നല്ലൊരു ഗെയിമറാണ്. കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും തർക്കിക്കാനും ഒക്കെ നൂറയ്ക്ക് സാധിക്കുന്നു. പക്ഷെ അതിൽ അത്രത്തോളം അങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു നാട്ടുമ്പുറത്തുകാരി, ഒരു നാടൻ പെൺകുട്ടി എന്ന ലെവലിലാണ് എനിക്ക് അതിലെ ഫീൽ ചെയ്യുന്നത്. നൂറയുടെ കാഴ്ചയിൽ അങ്ങനെയാണെങ്കിൽ പോലും നൂറ കുറച്ചുകൂടി ബോൾഡാണ്. അതിൽ പക്ഷേ പെട്ടെന്ന് തന്നെ അതിലേക്ക് ദേഷ്യമാണെങ്കിലും പെട്ടെന്ന് വരും, സങ്കടമാണെങ്കിലും പെട്ടെന്ന് വരും. വരുന്ന ഇമോഷൻ അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. ഇപ്പം നിങ്ങൾ ആലോചിക്കുമായിരിക്കും, കഴിഞ്ഞ വീഡിയോയിൽ ഇവൻ അതിലെ വിമർശിച്ചല്ലോ. തെറ്റ് ചെയ്താൽ വിമർശിക്കും. പക്ഷേ ഇവിടെ ആദിലയുടെ ഭാഗത്ത് തെറ്റില്ല. കഴിഞ്ഞ വീക്കെൻഡോട് കൂടി ആദില അങ്ങനെ ആളുകളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇപ്പം അനീഷിനെ ആണെങ്കിൽ പോലും അതിൽ അങ്ങനെ പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയണം, നല്ലത് ചെയ്താൽ നല്ലതെന്നും പറയണം, വേണമല്ലോ. അല്ലാണ്ട് ഒരിക്കലും അവരൊരു തെറ്റ് ചെയ്തു ലൈഫ് ലോങ് അവരങ്ങ് വിമർശിക്കാം എന്നൊരു അഭിപ്രായം എനിക്കില്ല. സോ ഇവിടെ അക്ബർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ ദിയാസന ആദിലേക്ക് നൂറയ്ക്ക് വേണ്ടി അവരെങ്കിലും പോകുന്നുണ്ടല്ലോ, അതൊരു വലിയ കാര്യമല്ലേ. അതിനെ ഒരുതരം കളിയാക്കലോടെ പറയേണ്ട കാര്യമില്ല. അവിടെയും കഴിഞ്ഞില്ല. അക്ബറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നൂബിൻ വരാറായപ്പോഴേക്കും, ഇന്നലെ വൈകുന്നേരം നൂബിൻ വരാറായപ്പോൾ ബിന്നിയോട് പറയുന്നുണ്ട്, എങ്ങനെ നൂബിൻ പോകുമ്പോൾ നീ തിരിച്ച് നിന്നെ കൂടെ കൊണ്ടുപോവോ? എന്താണ് അക്ബർ ഉദ്ദേശിക്കുന്നത്? അക്ബർ മാത്രമാണോ ഗെയിമർ? ബാക്കി എല്ലാവരും മണ്ടന്മാരാണോ? അല്ല, മൊത്തത്തിൽ ഈ സീസണിലുള്ള ആൾക്കാരെല്ലാം എനിക്കത്ര സീസൺ തന്നെ ഇഷ്ടപ്പെടുന്നില്ല, അത് വേറെ കാര്യം. ഒരു ഷോ എന്ന് പറയുമ്പോൾ ഓരോ സീസൺ കഴിയുമ്പോഴേക്കും ആ ഷോ ഡെവലപ്പ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഓരോ സീസൺ കഴിയുമ്പോഴും ഷോയുടെ നിലവാരം താഴേക്ക് വരുന്നു. ബിഗ് ബോസ് ഡെവലപ്പ് ചെയ്യാനിട്ടല്ല, അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ക്രൂസ് ഡെവലപ്പ് ചെയ്യാനിട്ടല്ല. വരുന്ന കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് അവർ മാറുന്നില്ല, അല്ലെങ്കിൽ അവർ ആ ലെവലിലേക്ക് അങ്ങോട്ട് ഉയർന്നു വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷോയുടെ നിലവാരം താഴേക്ക് പോവുകയാണ്. പലരുടെയും സംസാരം, പലരുടെയും ഒരു ടാസ്ക് കൊടുത്താൽ മര്യാദ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഷോ ആളുകൾ കാണുന്നുണ്ട്, TRP ഉണ്ട്, പക്ഷേ നിലവാരമില്ലാത്ത ഷോ ആയിട്ട് ആണ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ് അക്ബറിൻ്റെ സംസാരവും. അക്ബർ എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത് ബിന്നിയുടെ കേസിലാണ്. ബിന്നിയെക്കുറിച്ച് ബിന്നി പോകുമ്പോൾ കൂടെ കൊണ്ടുപോവോ, ബിന്നി കളിക്കാമെന്നതല്ലേ? അവരിലൊരു ഗെയിമർ ഉണ്ട്, അവർ കളിക്കാമെന്ന് തന്നെയാണ്, അവർ കളിക്കുകയും ചെയ്യും. അത് നിൽക്കുന്നിടത്തോളം കാലം അവിടുത്തെ ഒരു ഗെയിമർ തന്നെയാണ്. അതിന് ഇമാതിരി ഒരു ചോദ്യം, അത് തമാശ, എല്ലാം അങ്ങോട്ട് തമാശയ്ക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അവർക്ക്. ചിലത് തമാശയൊക്കെ എടുക്കാം, ചിലത് തമാശയ്ക്ക് എടുക്കില്ല. അപ്പോൾ ഇന്നലെ ബിന്നി അത് തിരിച്ചു ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ആദില നൂറ വിഷയത്തിൽ ആദിലയ്ക്ക് എന്തുകൊണ്ട് ഇതൊരു ചർച്ചാ വിഷയമായില്ല? അക്ബർ പറഞ്ഞത് ആദിലെ ആയതുകൊണ്ടാണ്. ആദിലെ ആയതുകൊണ്ട് ആദില പോയിരുന്ന് കരഞ്ഞു. എനിക്ക് തോന്നുന്നു ആദില കരയുന്ന അങ്ങനെ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ആദിലയും കരയുന്നത് കാണുന്നത്. ദേഷ്യപ്പെടുന്ന കണ്ടിട്ടുണ്ട്, ഇറിറ്റേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ ആദില കരയുന്നത് കണ്ടില്ല. അപ്പോൾ അവർക്ക് അത്രമാത്രം അത് ഹേർട്ടായിട്ടുണ്ടാവും. എല്ലാവർക്കും ഒരു വീക്ക്നെസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ പാരൻസിന് എത്രമാത്രം തള്ളി പറഞ്ഞാലും ഉള്ളിലൊരു ചിന്ത എല്ലാ മനുഷ്യനും ഉണ്ടാവും പാരൻസിനെ കുറിച്ച്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് വിഷമം വന്നു, അതിൽ പോയിരുന്ന് കരഞ്ഞു. അതേസമയം നൂറ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്തു. ചില കാര്യങ്ങൾ നൂറയ്ക്ക് ബോൾഡായിട്ട് നിൽക്കാൻ പറ്റും, പക്ഷെ അതിലേക്ക് അത് പറ്റുന്നില്ല. ഉള്ള ഇമോഷൻ അതുപോലെ എക്സ്പ്രസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഒരു നെഗറ്റീവ് ആണെന്നോ അല്ലെങ്കിൽ ഒരു ടോക്സിക് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഉള്ളിലുള്ള കാര്യം അതൊരു സങ്കടമായിട്ട് വരുന്നു, ദേഷ്യമായിക്കോട്ടെ ദേഷ്യമായിട്ട് വരുന്നു. അപ്പോൾ അതൊരു തരം ജെന്യൂനിറ്റി അല്ലേ? അങ്ങനെ ജീവിക്കുന്നതല്ലേ നല്ലത്? ഒരാളുടെ ദേഷ്യം തോന്നിയാൽ ആ ദേഷ്യം പ്രകടിപ്പിക്കുക, സങ്കടം വന്നാൽ സങ്കടം പ്രകടിപ്പിക്കുക. അതല്ലാണ്ട് ഒരുതരം അഭിനയമായിട്ട് അല്ലെങ്കിൽ ദേഷ്യം കാണിക്കാൻ വേണ്ടി ദേഷ്യപ്പെടുക, ആവശ്യമില്ലാണ്ട് കരയുക, അതൊരു തരം ഡ്രാമയല്ലേ? കാണുന്നത് പറയുക. അതിപ്പോൾ എനിക്കറിയുന്ന ആളാണെങ്കിലും എനിക്കറിയാത്ത ആളാണെങ്കിലും അവർ തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെ പറയും, ശരി ചെയ്താൽ ശരിയെന്നും പറയും. അപ്പോൾ അതിൽ കഴിഞ്ഞ 2 ആഴ്ച തെറ്റുകൾ ചെയ്തു, തെറ്റാണെന്ന് തന്നെ പറഞ്ഞു. ഈ ഒരാഴ്ച അതിൽ തെറ്റുകൾ ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് തന്നെ അക്ബർ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ എതിർക്കുന്നു, താല്പര്യമില്ല. സോ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.